നമസ്കാരം. നോയിഡറ്റിലേക്ക് സ്വാഗതം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് കോടതി കെജ്രിവാളിന് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നത് അതിശക്തമായി BJP വിരുദ്ധ രാഷ്ട്രീയം സംസാരിക്കാൻ പോകുന്ന അരവിന്ദ് കെജ്രിവാളിനെയാകും. ഇന്ത്യ മുന്നണിയുടെ മുൻനിര പോരാളിയുടെ മൂർച്ചയേറിയ ശബ്ദമായിരിക്കും രാജ്യം ഇനി കേൾക്കാൻ പോകുന്നത്. 4 ഘട്ട തെരഞ്ഞെടുപ്പുകൾ അവശേഷിക്കുന്നു എന്നിരിക്കെ ഇനി ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ മുൻനിരയിൽ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാകുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി കഴിഞ്ഞു. കേസിന്റെ വിചാരണ വേളയിൽ സ്വയം വാദിച്ച കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനും ഇഡിക്കും വേണ്ടി അപ്പിയർ ചെയ്ത അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവിനോട് ഉന്നയിച്ച ചില ചോദ്യങ്ങൾ വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. എന്തിനാണ് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് ചിലർ നിങ്ങൾക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നായിരുന്നു ASGയുടെ മറുപടി. തുടർന്ന് കെജ്രിവാൾ ചോദിച്ചു, ശരി, സമ്മതിച്ചു, മോദിക്കും അമിത്ഷായ്ക്കും 100 കോടി രൂപ നൽകിയെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുമോ? കോടതി മുറി നിശബ്ദമായിരുന്നു കുറെ സമയത്തേക്ക്. കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഗോതയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ലക്ഷ്യം ഇന്ന് കോടതിയിൽ പൊളിഞ്ഞിരിക്കുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചും അതിലെ BJPയുടെ പങ്കിനെ കുറിച്ചും ശക്തമായ ഭാഷയിൽ വ്യക്തമായ തെളിവുകളുമായി കെജ്രിവാൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അറസ്റ്റിന് തൊട്ടു മുൻപ് വരെ. ഈ കാരണം കൊണ്ടാണ് കെജ്രിവാൾ അഴിക്കുള്ളിലായതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാകില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കയറൂരിവിട്ട് പ്രതിപക്ഷ നേതാക്കളെ ജയിലഴിക്കുള്ളിലാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയിട്ട് നാളുകളേറെയായി. മദ്യനയ കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയാണ്. സിസോദിയയുടെ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം ശ്രദ്ധേയമാണ്. സിസോദിയയുടെ പേരിലുള്ള ഈ പറയുന്ന അഴിമതി ആരോപണങ്ങളൊക്കെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. മാപ്പ് സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. വിചാരണ സമയത്ത് നിലനിൽക്കുന്ന വസ്തുതാപരമായ ഒരു തെളിവും CBIയുടെ പക്കലില്ല. പ്രതിഭാഗം 2 ചോദ്യം ചോദിച്ചാൽ തീരുന്നവയാണ് ഇതെല്ലാം. ഈ നിരീക്ഷണം മറ്റാരുടെയുമല്ല, സുപ്രീം കോടതിയുടേതാണ്. ഈ കേസിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? സംസാരിക്കുന്ന, ശക്തമായി വിമർശനം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാക്കളെ ഭയമാണ് രാജ്യം ഭരിക്കുന്നവർക്ക്. ആ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. അടുത്ത ദിവസം മുതൽ മൂർച്ച കൂട്ടിയ ഭാഷയുമായി ജനങ്ങളോട് ദില്ലി മുഖ്യമന്ത്രി സംവദിക്കും. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെ BJPയുടെ അഴിമതി കഥകൾ ജനങ്ങളുടെ മുന്നിൽ നിരത്തും. ഇന്ത്യ മുന്നണി ഇനി തെരഞ്ഞെടുപ്പ് ലാപ്പിൽ ഓടാൻ പോകുന്നത് സീസണൽ രാഷ്ട്രീയക്കാരുടെ നിലപാടില്ലാത്ത അറയിൽ നിന്നുകൊണ്ടാകില്ല, കെജ്രിവാളിന്റെ പോരാട്ട വീര്യത്തിന്റെ ഊർജ്ജം ഉൾക്കൊണ്ടാകും.